ഹലോ ഗായ്സ്, അമ്മു സംഗീത് വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് പോയിട്ടുണ്ടാവും, അറിയാം. അപ്പോൾ ഇവിടെ ഒന്നും പോകാത്തവർക്ക് വേണ്ടിയിട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ളോഗ്. മണ്ണാറശാല ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അത് നാഗരാജാവിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നാഗരാജാവാണ്. നാഗരാജാവിനെ പൂജിക്കുന്നത് ഒരമ്മയാണ് കേട്ടോ. സ്ത്രീകളാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന സ്ത്രീയെ അമ്മ അല്ലെങ്കിൽ വലിയ അമ്മ എന്നൊക്കെയാണ് പറയണത് കേട്ടോ. നാഗരാജാവിൻ്റെ അമ്മ എന്നാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന പൂജാരിയെ അഥവാ അമ്മയെ പറയുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 30 ഏക്കറോളം കാവുകളാണ് കേട്ടോ. ഈ കാവിൽ 30,000-ഓളം നാഗപ്രതിമകൾ ഉണ്ടെന്നാണ് പറയണത്. ഇവിടെ കുട്ടികളില്ലാത്തവർക്കും സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക്, അതായത് വർഷങ്ങളായിട്ട് ചികിത്സിച്ചിട്ടും മറ്റും സന്താനഭാഗ്യങ്ങളൊന്നും ഇല്ലാണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട്. ഉരുളിക്കമഴ്ത്തൽ എന്നാണ് ആ വഴിപാടിൻ്റെ പേര്. ഇവിടെ വന്ന് ഉരുളിക്കമഴ്ത്തിയാൽ സന്താനഭാഗ്യം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഒരു നിലവറയുണ്ട്, അവിടെ അമ്മയാണ് ഉരുളി കമഴ്ത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ സർപ്പദോഷങ്ങളും പിന്നെ മാറാവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഇവിടെ പ്രത്യേക വഴിപാടുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ചുണ്ട് കേട്ടോ. മണ്ണാറിയ ശാല എന്ന പേരിൽ നിന്നാണ് മണ്ണാറശാല എന്ന പേര് വന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് മണ്ണാറശാലയിൽ പണ്ട് താമസിച്ചിരുന്നത് 2 ദമ്പതിമാരായിരുന്നു. അവർക്ക് സന്താനഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അടുത്ത പ്രദേശത്ത് ഒരു കാട്ടുതീ ഉണ്ടായത്. ആ കാട്ടുതീയിൽ ഒരുപാട് നാഗങ്ങൾക്ക് അകപ്പെടുകയും അവർക്ക് പരിക്കേൽക്കുകയും പൊള്ളലേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ പൊള്ളലേറ്റ നാഗങ്ങളെ ഈ ദമ്പതിമാർ സംരക്ഷിച്ച് അതിൽ സന്തോഷം വന്ന നാഗരാജാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ഒരു വരം കൊടുക്കുകയും അങ്ങനെ ആ ദമ്പതിമാർക്ക് കുട്ടികൾ ജനിക്കുകയൊക്കെ ചെയ്തു. അതിലൊന്ന് മനുഷ്യക്കുഞ്ഞും ഒരെണ്ണം 5 തലയുള്ള അനന്തൻ എന്ന് പറയുന്ന ഒരു നാഗവുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം ആ നാഗം ആ ദമ്പതിമാരോടൊപ്പം താമസിച്ച് പിന്നീട് ആ നാഗത്തിന് മനുഷ്യർക്കൊപ്പം താമസിക്കാൻ പറ്റാണ്ട് വരികയും ആ നാഗം നിലവറയ്ക്കുള്ളിലേക്ക് പോയി ഒളിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആ 5 തലയുള്ള അനന്തൻ ഇന്നും ചിരഞ്ജീവിയായിട്ട് അവിടെ നിലവറയിൽ വസിക്കുന്നു എന്നാണ് അവിടെയുള്ളവരുടെയൊക്കെ വിശ്വാസം. അങ്ങനെ പല ഐതിഹ്യങ്ങളും മറ്റും ഇവിടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം ഫീലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൂടി നടന്നു പോകുമ്പോൾ. ഈ കാവുകളുടെയൊക്കെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.